അവർ ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എവിടെയാണ് പൊസിഷൻ ഇരിക്കുന്നത് നോക്കിയിട്ട് അവർ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 4-5 ഡോക്ടേഴ്സ് കൂടി ചേർന്ന് ആലോചിച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ല? നിലവിലുള്ള കൊണ്ടുവന്നു, പക്ഷേ ഇവിടെ ഒരു പുതിയതായിട്ട് തന്നെ ഒരു ഫുള്ള് ടെസ്റ്റിംഗ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കിയിരിക്കും. ഇന്നത്തേക്ക് മേ ബി കാണാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയണം. അവരുടെ മെയിൻ ഡോക്ടേഴ്സ് എല്ലാം കൂടി വന്നിട്ട് ഒന്ന് റൗണ്ട്സ് ഇരുന്നിട്ട് അവർ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ 2 ദിവസമായുള്ളൂ. എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് അറിയുന്നത്. ഇതിനു വേണ്ടി എടുത്ത എക്സ്റേ അല്ല. ഒരു മൂത്രത്തിക്കല്ലിൻ്റെ ഒരു ബേസിക്കലി പോയിട്ട് അത് കാണിച്ച് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. സർക്കാർ ആശുപത്രിയിലായിരുന്നോ? ഇല്ല, നമ്മൾ പുറത്തുനിന്ന് പ്രൈവറ്റിലാണ് ചെയ്തത്. വേദന ഉണ്ടാകുമ്പോഴൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ എന്തായിരുന്നു? അല്ല, കാരണം വേദന ഇത് എക്സ്റേ ഒന്നും എടുക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ നോർമലി കൺസൾട്ട് ചെയ്ത് മരുന്നും തന്ന് പറഞ്ഞാൽ പോവായിരുന്നു. മരുന്നും ഇഞ്ചക്ഷനൊക്കെ എടുത്തല്ലോ. എന്ത് റീസണിന് വേണ്ടിയിട്ടല്ലേ, എന്തുകൊണ്ട് ഈ വേദന എന്നുള്ള കാര്യത്തിൽ? ഇല്ല, അത് ഇടയ്ക്ക് പെട്ടെന്ന് വേദന വരും. പിന്നെ ഓപ്പറേഷൻ ചെയ്തില്ല, നമ്മൾ അവർക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം പോയതല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വർക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വേദന ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ട്. ഇത് മാറി ഇങ്ങനെ ആയതാണ്. സംഭവം കണ്ടു കഴിഞ്ഞ ശേഷം കണ്ടു കഴിഞ്ഞ ശേഷം ആദ്യം സർജറി ചെയ്ത ആശുപത്രിയിൽ നിന്ന് ആരെയും ബന്ധപ്പെട്ടു അവരെന്താ പറഞ്ഞത്? ഇല്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലുമായിരുന്നു. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ അവർ കൺസൾട്ട് ചെയ്ത് പെട്ടെന്ന് ആക്കിത്തരാം എന്ന രീതിയിലായിരുന്നു അവർ. ആസ് പെർ കോമൺ സെക്ഷൻ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അവർ ആ ചികിത്സ എടുത്ത് ഈ പ്രോപ്പർ എടുത്ത് മാറ്റിത്തരാം എന്ന് അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു. കോമൺ സെക്ഷനോ അങ്ങനെ ഇവരുടെ ഭാഗത്ത് തെറ്റാണെന്നും നമ്മളങ്ങനെ നമുക്ക് സാധനം മാറിയാൽ മതിയായിരുന്നു. മെയിൻ കാര്യം കൺസൾട്ട് ചെയ്തിട്ട് പക്ഷേ അവരുടെ കോമൺ സെക്ഷനോ കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല. പിന്നെ നമ്മളെന്നാ പിന്നെ ന്യൂസ് ആക്കിയതാണ്. അവർ തിങ്കളാഴ്ച വന്നിട്ട് സർജറി ചെയ്ത് നമുക്ക് പെട്ടെന്ന് മാറ്റാം, തിങ്കളാഴ്ച അഡ്മിറ്റ് ആകാനാണ് അവർ പറഞ്ഞത്. കേസ് കൊടുക്കാൻ പറയണം, നിങ്ങൾക്ക് കൊടുക്കാന്നുള്ള ഓപ്ഷനാണ്. നമ്മൾ ഇപ്പം പിന്നെ കേസിലോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇപ്പം അമ്പലപ്പുഴയിൽ ഇന്ന് കൊടുക്കും. അതിന് ഇവിടുത്തെ ഇവർ ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ പോലീസിലും ഇവിടെ സ്റ്റേഷനിലും പരാതി കൊടുക്കും. അങ്ങനെ ഇല്ല, ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. ഈ KC വേണുഗോപാൽ സാറിൻ്റെ അവരുടെ ടീംസാണ് ഇവിടെ അറേഞ്ച് ചെയ്തതും അവരാണ് ഇങ്ങോട്ട് ഫുള്ള് റെഫർ ചെയ്യുന്നതും എല്ലാം. സോ അവരുടെ എമൗണ്ടിൽ അവർ കൺസൾട്ട് ചെയ്തോളാന്നാണ് അവർ പറയുന്നത്. ഇത്രയും കാലം അമ്മയ്ക്ക് കടുത്ത വേദനയായിരുന്നല്ലോ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തു, അതിനുള്ള മരുന്നുകൾ ഇപ്പോൾ ആശ്വാസമുണ്ടോ? ഇപ്പോൾ ആൾ റെസ്റ്റ് എടുക്കുവാണ്, ഉറക്കമാണ്, കുഴപ്പമില്ല. ഇന്നത്തേക്ക് ചിലപ്പം മേ ബി കാണാൻ ചാൻസ് ഉണ്ട് സർജറി. ഈ സർക്കാർ സംവിധാനത്തിലാണല്ലോ നമ്മൾ പോകുന്നതും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാകും, പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് വന്ന പോലെ വേറെ ആർക്കും വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിപ്പോൾ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്. ഇത് കണക്കിന് എല്ലാവർക്കും ഇഷ്യൂ ആക്കുവാണെന്നല്ലായിരിക്കും. അതെ, അതിൻ്റെ ഒരു വലിയൊരു ഇത്രയും വലിയൊരു പ്രശ്നമാണല്ലോ. 5 വർഷമായിട്ട് നമ്മുടെ ഇതിനകത്ത് ഒരാൾ നമുക്കാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ആർക്ക് വന്നാൽ പോലും ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത്ര നാൾ ഹോൾഡ് ചെയ്തിരുന്ന തന്നെ വലിയ കാര്യം. നമുക്കൊന്നും വേറൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് ചെയ്യാനുള്ളൊരു പേടി. ഇനി അങ്ങോട്ട് പോകാൻ അമ്മയ്ക്ക് ഭയങ്കര പേടി. അതാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയതും എല്ലാം. മെയിൻ പ്രശ്നം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടാനത്ത് കൊണ്ടൊരു ആവശ്യമില്ല. സ്വയമായിട്ട് നമ്മൾ വണ്ടാനത്ത് പോകുന്നത് ചിന്തിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോയി. ഇപ്പോഴും നമുക്ക് വണ്ടാനത്ത് പോകാനല്ലേ നമുക്കൊരു ഓപ്ഷൻ. ഇവർ അതാ അങ്ങനെയാണ്. ഈ സർജറി ചെയ്തതെല്ലാം അവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ലളിതാംബിക ഡോക്ടറിൻ്റെ വീട്ടിൽ പോയി നമ്മൾ. ലളിതാംബിക ആലപ്പുഴയിലെ വൺ ഓഫ് ദി ഗൈനക്കോളജി പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് റെഫർ ചെയ്തതും നമ്മളങ്ങോട്ട് കൊണ്ടുപോയതും എല്ലാം. ലളിതാംബിക. നമ്മുടെ യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. അതിൽ കുറച്ച് വലുതായിരുന്നു. അത് റിമൂവിങ് ആയിരുന്നു. നമ്മൾ അതിനു വേണ്ടി പോയപ്പോഴാണ് അങ്ങനെയാണ് ഈ സർജറി ചെയ്തതല്ല. അത് മറ്റേ ഇല്ല, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം 2 ദിവസം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമായിരുന്നു. പിന്നെ അപ്പോഴും കൺസൾട്ട് ചെയ്തായിരുന്നു. ഈ ഡോക്ടറിന്റെ വീട്ടിൽ തന്നെ നമ്മൾ കൺസൾട്ടിങ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ പിന്നെ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാം. ആ റിസൾട്ടിലൊന്നും പ്രശ്നമില്ലായിരുന്നു. ഡോക്ടറോട് വേദനയുണ്ടെന്ന് ലളിതാംബിക ഡോക്ടറോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ വേദനയുണ്ട് എന്നുള്ള കാര്യം. പിന്നീട് കാണാൻ നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഈ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഒന്ന് പഴുത്തായിരുന്നു.
അത് ക്ലിയർ ചെയ്ത് പെട്ടെന്ന് മാറി. പിന്നെ ഇതിൻ്റെ റിസൾട്ടും കൊണ്ട് അവർ കണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് പോയില്ല. ഈ ഉപകരണം വയറ്റിലുണ്ടെന്ന് അറിഞ്ഞത് പിന്നെ ആ ഡോക്ടറെ തന്നെ കണ്ടിരുന്നോ? ഇല്ല, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ പിന്നെ വണ്ടാനം പോയി ജസ്റ്റ് ഒന്ന് പോയി. പിന്നെ ഇറ്റേഴ്സ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എന്ന് മാത്രമേ പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഷിഫ്റ്റ് ആകുമായിരുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് എത്രത്തോളം ഇടപെടലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സ്ഥിരമായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമാനമായ സംഭവം കോഴിക്കോട് ഉണ്ടായിരുന്നു. ഇതിപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം വരെ സാധാരണക്കാർക്കാണല്ലോ. ഇപ്പോൾ സാധാരണക്കാരാണ് ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത്, അവർക്ക് മാത്രമേ ഇഷ്യൂസ് വരുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ വരാൻ നേരത്തെ അവരുടെ ഇഷ്യൂസ് ഒന്നും പുറത്ത് വരുന്നില്ല, അല്ല കുഴപ്പമില്ല അവർക്കൊന്നും. ഇവിടെ ഗവൺമെൻറ്റിൽ പോകുന്ന സാധാരണക്കാർക്ക് മാത്രമേ എല്ലാ പ്രശ്നങ്ങളും മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം ഇത്രയും 5 വർഷം ബുദ്ധിമുട്ട് അനുഭവിച്ചതല്ലേ, അപ്പോൾ അതിനൊരു നഷ്ടപരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യം വെക്കുക. നമുക്ക് നഷ്ടപരിഹാരം വേണം തന്നെയാണ്. കാരണം ഇത്രയും അമ്മ സ്ട്രഗിൾ ചെയ്ത് നമ്മളെ എല്ലാ ഓഫീസിലും എല്ലാ ഡോക്ടർമാരും പല രീതിയിലും കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ ഇഷ്യൂ നമ്മൾ ഇപ്പോഴല്ല അറിയുന്നത്. ഇത്ര നാളായിട്ടും പല രീതിയിലും നമ്മൾ പുറത്ത് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നുമില്ല. ഡോക്ടർക്ക് നടപടിയും ആവശ്യപ്പെടുന്നുണ്ടോ? ഇതിനെതിരെ നമുക്ക് നടപടി ഡോക്ടർക്ക് നമുക്ക് വേണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തിട്ട് അവരുടെ ഭാഗത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മാറിയിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അതിന് നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമുക്ക് താല്പര്യം. ഇവിടുന്ന് കെ സി വേണുഗോപാൽ സാറിൻ്റെ ടീം അവർ ഇവിടെ ഫുള്ള് ചെയ്തോളാം എന്നും പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കേസിൻ്റെ കാര്യത്തിൽ ഇവിടുന്നും കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഹോസ്പിറ്റലിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ അമ്പലപ്പുഴ നമ്മളിപ്പോൾ പെട്ടെന്ന് കൊണ്ട് ചേഞ്ച് ആയതുകൊണ്ട് അവിടെ ആരെങ്കിലും കൊണ്ട് കൊടുപ്പിക്കണം. അവിടെ അമ്പലപ്പുഴ പരിധിയിൽ വരുന്നത് അത്. അപ്പോൾ അവിടെ അവർ കൺസൾട്ട്, നമ്മുടെ പുന്നപ്ര ഏരിയയിലാണ് ഞങ്ങൾ. സോ